എല്ലാ മേഖലയിൽ നിന്നും വിളിക്കുന്ന ആളുകളെല്ലാം പറഞ്ഞത് ഒന്നുകിൽ ഞങ്ങളെ എയർലിഫ്റ്റ് ചെയ്യുക, അതുമാത്രമാണ് ഇവിടെ സാധ്യത. ഇവിടെ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല, ഒറ്റപ്പെട്ട് കിടക്കുകയാണ്, മണ്ണിടിഞ്ഞ് കിടക്കുകയാണ്, റോഡില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. സൈന്യം എത്തിയത് രക്ഷാപ്രവർത്തനത്തിന് ഈ ദുരിത മേഖലയിൽ വലിയ ആശ്വാസം, ഊർജം നൽകുന്നുണ്ടാകും അല്ലേ? ഉറപ്പായും മാധു, സൈന്യം എത്തിയതോടുകൂടി അതിനു മുൻപ് തന്നെ ഏതാണ്ട് കുറച്ചാളുകളെ NDRF സംഘം അപ്പുറത്തേക്ക് താൽക്കാലിക പാലത്തിലൂടെ കടന്ന് കുറച്ചാളുകളെ, ഏറ്റവും പരിക്കേറ്റ ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉച്ചകഴിഞ്ഞ ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ കൂട്ടത്തിലുള്ള ആളുകളിൽ ചിലരാണ് അവിടെ നിന്ന് നമ്മളുമായി വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടിരുന്നത്. അവർ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നത് ആ ഒരു തരത്തിലുള്ള വലിയ ആശ്വാസത്തിന്റെ വാർത്തയായിരിക്കാം. അത് അവർക്ക് മാനസികമായിട്ടുള്ള ബലം നൽകിയിരിക്കാം. ഒപ്പം തന്നെ സൈന്യം എത്തി എന്നുള്ള വാർത്തയും അവർ നിശ്ചയമായും അറിഞ്ഞിരിക്കണം. അവർക്ക് ടെലിഫോണിൽ ഇപ്പോഴും ബന്ധപ്പെടാൻ സാധിക്കുന്ന ഈ കൂട്ടത്തിലുള്ള ആളുകൾക്ക് അത് വലിയൊരു ആശ്വാസ വാർത്ത തന്നെയാണ്. സൈന്യം എത്തിയതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് ലഭിച്ചു. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പരിക്കേറ്റ ആളുകളെ ആദ്യം എത്തിക്കാൻ, മുഴുവൻ പേരെയും പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം എല്ലാ സംഘങ്ങൾക്ക് അടുത്തേക്കും എത്തി അവരിൽ പരിക്കേറ്റ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ആളുകളെയാണ് ആദ്യം എത്തിച്ചത്. അത് വലിയ ആശ്വാസമാണ്. അവർക്കരികിലേക്ക് സൈന്യം എത്തിയത്. അവർ ഈ പറഞ്ഞ 1 മണി രാത്രി 12:30 മുതൽ ഒരു സ്ഥലത്ത് കഴിഞ്ഞിരുന്നവരാണ്. ആ ഒരു വാർത്ത അവർക്ക് കൂടുതൽ ഊർജം നൽകിയിട്ടുണ്ടാകണം. കാരണം ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ എന്താണ് പുറം ലോകത്ത് നടക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാനാകാതെ നിന്നവർക്ക് ഇടയിലേക്കാണ് ഈ സൈന്യം എത്തിയ വാർത്ത വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ആശ്വാസ വാർത്തയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ മേഖലയിലേക്ക് ഒരേ ഒരു റോഡ് മാത്രമേ ഉള്ളൂ. പുത്തുമല ദുരന്തം നടന്ന ആ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ പുത്തുമല ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വാഹനങ്ങൾ അങ്ങോട്ട് എത്താനുള്ള സാഹചര്യം, ആളുകൾ അങ്ങോട്ടേക്ക് ചിലർ ആ സാഹചര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ചിലർ സ്വയം സന്നദ്ധ പ്രവർത്തകരായി ഒക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പുത്തുമലയിൽ ഉണ്ടായ അതേ സെയിം സാഹചര്യം തന്നെയാണ് ഇവിടെയും ഉള്ളത്. കാരണം ഒരു വീതി കുറഞ്ഞ ഒരു KSRTC ബസ്സിന് മാത്രം കടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള റോഡ് മാത്രമേ ഉള്ളൂ. പല ഭാഗത്തും അങ്ങനെയാണ് ഇപ്പോഴും ആ റോഡുള്ളത്. വീതി കൂട്ടി റോഡ് പല ഭാഗത്തും കുറഞ്ഞ സ്ഥലം മാത്രമാണ് ഉള്ളത്. പക്ഷേ ഒരു വാഹനങ്ങൾ നീണ്ട നിരയായി അങ്ങോട്ട് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടേക്കുള്ള രക്ഷാപ്രവർത്തനം തടസ്സപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് രാവിലെ മുതൽ അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ എത്തരുതെന്ന് മന്ത്രിമാരെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുത്തുമലയിൽ ഈ ദുരന്തം ഉണ്ടായപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് അവർക്ക് അവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും തന്നെ കാര്യമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ അതില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. കുടുങ്ങിക്കിടക്കുന്നവരെ അടുത്തേക്ക് എത്തണമെന്ന മനസ്സോടുകൂടിയാണ് അവിടെ ഈ ചൂരൽമല എന്ന ഈ ടൗൺ പ്രദേശത്തേക്ക് പകുതി മുഴുവൻ ആളുകളും എത്തിച്ചേർന്നത്. പക്ഷേ ആ കുത്തിയൊലിച്ചു പോയ ആ ഒരു 100 മീറ്റർ വീതിയുള്ള വലിയ ഭീമാകാരമായ ഒരു ഭയാനകമായ ദൃശ്യത്തോടെ ഒഴുകുന്ന പുഴ കടക്കുക എന്ന ഒരു വലിയ പ്രശ്നം അവർ നേരിട്ടു. അതുകൊണ്ട് തന്നെ പലർക്കും അതിൽ ശരിക്ക് പങ്കെടുക്കാൻ പോലും സാധിച്ചില്ല. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ സാധ്യമായ എല്ലാം തന്നെ ഈ ഒരു പകൽ ഇരുട്ടുമ്പോഴേക്ക് അവിടെ ചെയ്തു കഴിഞ്ഞു. നാളെ ഇപ്പോൾ സൈന്യം ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക്, ഈ സന്നദ്ധ സേവന പ്രവർത്തകർക്കടക്കം അവിടേക്ക് നാളെ കടന്നു ചെന്ന് ഈ മുണ്ടക്കയിലൊക്കെ ആളുകൾക്ക് സഹായം എത്തിക്കാനും അവരെ വീണ്ടെടുക്കാനുമുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായും ഈ പാലം കടക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പാലം കടന്ന് അക്കരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകൾക്കരികിലേക്ക് എത്താൻ സാധിക്കും. അവിടെ ഈ അട്ടമല ഭാഗത്ത് വലിയ തോതിലുള്ള ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ഒരു ബാധിക്കാത്ത പ്രദേശമാണ്. അവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വസ്തുതയാണ്. അവർക്കരികിലേക്ക് എത്താൻ സാധിക്കും. അല്ലെങ്കിൽ വസ്ത്രമോ വെള്ളമോ ഭക്ഷണമോ ഒക്കെ എത്തിക്കാൻ സാധിക്കും. അവർക്ക് മാനസികമായ പിന്തുണ നൽകാൻ സാധിക്കും. അതുപോലെ അവരുടെ മറ്റുള്ള ഉറ്റവരെ ഉടയവരെയൊക്കെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. നേരം പുലരുമ്പോഴേക്ക് ഇതിനൊക്കെയുള്ള ഒരു ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് സൈന്യം ഈ പാലം നിർമ്മിക്കുന്നതിലൂടെ നമ്മളെല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്.